ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്നുകിൽ നിന്റെ അമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ച് നീ കുഞ്ഞേച്ചി എന്ന് വിളിക്കുന്ന എന്റെ മകൾ ശാലിനി, അല്ലെങ്കിൽ ഇത്രയും നാള് നിന്നോടൊപ്പം കഴിഞ്ഞ നിന്റെ ഭർത്താവ് രോഹിത്. ഇവര് രണ്ടും നിന്റെ കണ്ണിൽ ഇപ്പൊ ശത്രുക്കളല്ലേ? ഇടിയാ കുഞ്ഞ് സത്യമോളും നിന്റെ ശത്രുവാണോ? അമ്മേ, എന്നെ ഇഷ്ടമില്ലാത്തവരുടെ മുന്നിൽ സ്നേഹം കാണിക്കാനും ചിരിച്ചു കാണിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ട് കൊള്ളൂ. എന്തായാലും ഇത് നല്ലതിനല്ലാന്ന് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ. പപ്പി, പപ്പി നീ വരുന്നുണ്ടോ? ആ വരുന്നു. ആ പണിയിലാണ് തോന്നുന്നു. വിഷ്ണുച്ചാ വിഷ്ണുച്ചന്റെ പപ്പിക്കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിട്ട് വിഷ്ണുച്ചൻ കൊണ്ടുവന്നാ. എന്താ വിഷ്ണുച്ചാ ഇത്? ആ ഇതില് നിനക്ക് ഇഷ്ടപ്പെട്ട ലഡു ഉണ്ട്, ജിലേബി ഉണ്ട്, കേക്ക് ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ദാ. ആഹാ, കോളടിച്ചല്ലോ. മക്കൾ കുറച്ച് കഴിച്ചിട്ടേ ബാക്കി കൂട്ടുകാർ കൊടുക്കട്ടാ. സത്യക്ക് കൊടുക്കാം, പക്ഷെ രമേശിന് കൊടുക്കില്ല. പാവല്ലോടി അവൻ. ഒരു പാവവും ഇല്ല. ശരി ശരി, ഇതേ ഒന്ന് രണ്ടെണ്ണം കഴിച്ചിട്ട് കൊടുക്കട്ടാ. അത് ശരിയാ, അല്ലെങ്കിൽ കൊതി കിട്ടും. നമുക്ക് പോണ്ടേ? ഇതൊന്ന് കഴിക്കട്ടെ, എന്നിട്ട് പോവാം. ശ്യാമേ, ശ്യാമേ അവള് കഴിക്കട്ടെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്നോട് സംസാരിക്കാണ്ട്. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. കേക്കണം. കാരണം ഞാൻ ഉൾപ്പെട്ട ഒരു കാരണം കൊണ്ടാ നീയും രോഹിത്തും അകന്നു കഴിഞ്ഞെന്നുള്ളൊരു വലിയ കുറ്റബോധം കൊണ്ടാ ഞാനിപ്പോ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നേ. അത് മനഃപൂർവ്വം ഞാനായിട്ടുണ്ടാക്കിയൊന്നുമല്ല, സംഭവിച്ചു പോയതാണ്. ശ്യാമ, ഇനി അതിന്റെ പേരിൽ നീ വഴക്കിട്ട് നിക്കല്ലേ. അത് ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന എന്നെ തന്നെയാണ്. ശാരദാമ്മേ, ഒന്നിങ്ങ വന്നേ. അതാ വരുന്നു മോളെ. ശ്യാമ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് മാത്രമല്ല, വേറെ പല കാരണങ്ങളും ഉണ്ട്. അതൊന്നും എനിക്കിപ്പോ ഇവിടെ വിവരിക്കാൻ പറ്റില്ല. രോഹിത്തിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, എന്റെ കുഞ്ഞേച്ചിയുടെ ഭാഗത്തു നിന്ന് വരെ, എന്തിനു പറയുന്നു, സത്യാമ്മയുടെ ഭാഗത്തു നിന്ന് വരെ എനിക്ക് വളരെയേറെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ശ്യാമ, ജീവിതമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് പുറത്തും സഹിച്ചിട്ടൊക്കെ മുന്നോട്ട് പോവുക. ശ്യാമ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? അത് മറ്റുള്ളവരെ അറിയിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണല്ലോ ജീവിതം നമ്മുടെ കയ്യിൽ ഭദ്രമാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ടാവുന്നേ. വിഷ്ണുവേട്ടാ, ഞാൻ വിഷ്ണുവേട്ടനെ ധിക്കരിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ ഇനി എന്തായാലും അങ്ങോട്ട് വരില്ല. അത് ഞാൻ ഉറപ്പിച്ചിട്ടുള്ള കാര്യമാ. ശ്യാമ, എനിക്ക് പറയാൻ അധികാരം ഉണ്ടായിട്ട് തന്നെ ഞാൻ പറയുന്നേ. ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്നുള്ളൊരു കുറ്റബോധം കൊണ്ട് തന്നെയാന്ന് വിചാരിച്ചോ? ശ്യാമ, വാശിയെടുത്ത് സ്വന്തം ജീവിതം നശിപ്പിക്കല്ലേ. വിഷ്ണുവേട്ടാ, എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന നിലയിലും ഇവിടെ കാര്യങ്ങൾ നോക്കാൻ അധികാരം ഉണ്ടെന്ന നിലയിലും എന്റെ ഏട്ടൻ എന്ന നിലയിലും ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാ സാധിച്ചു തരുമോ?